ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് എൻ്റെ ചാനൽ വരുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ്. ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നാൾ നമുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ്, അതായത് SMS ആയിട്ട് വരുന്ന ലിങ്കുകൾ പേടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറയുന്നത് ഇമേജസ്, അതായത് മീഡിയ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നമുക്ക് ഇമേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് പറ്റും, നമ്മളുടെ ബാങ്കിൽ നിന്നുള്ള കാശ് അവർ കൊണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ആ ഇമേജ് നമുക്കിപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കുമല്ലോ. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഡൗൺലോഡ് ചെയ്യുന്ന മാത്രയിൽ തന്നെ ഒരു മാൽവെയർ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ന്യൂസിൽ കണ്ടതാണ്, ലേറ്റസ്റ്റ് ന്യൂസാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പാരൻസൊക്കെ ഒരു 60+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ചെറിയ പ്രായത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാരൻസിനൊന്നും അധികം എല്ലാവർക്കും മൊബൈൽ ഫോണൊന്നും സുലഭമായിരുന്നില്ല, ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല. സോ എല്ലാവരും നമ്മുടെ പാരൻസിൻ്റെ ഫോണിലൊക്കെ എടുത്തിട്ട് ഈ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിൽ. അത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അതിൽ പോയിട്ട് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള സാധനം ഓഫ് ചെയ്ത് വെക്കുക. ഓൾ മീഡിയ, അതായത് ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, വോയിസ് നോട്ട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ചടങ്ങാണ്, കാരണം നമുക്കിപ്പോൾ മെസ്സേജസൊക്കെ ഒത്തിരി മെസ്സേജസ് ഗ്രൂപ്പിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും കുത്തിയിരുന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളുടെ ഒരു സേഫ്റ്റി, അതായത് നമ്മളുടെ ബാങ്കിൻ്റെ ഇത് മാത്രമല്ല, നമ്മളുടെ ഫോൺ എന്തായിക്കോട്ടെ, നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത്തിരി കഷ്ടപ്പെടാൻ എല്ലാവരും തയ്യാറാവുക. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്യുക. പരിചയമില്ലാത്തവർ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഴ്സിൻ്റെ എൻക്വയറീസോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോഴ്സോ എന്തെങ്കിലും എൻക്വയറീസ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ സലൂൺസിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വരെ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ വരെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ആരും ആയിക്കോട്ടെ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഇമേജസൊക്കെ നമുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ ഇത് എന്താണെന്ന് കൺഫേം ചെയ്യുക. മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്തത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും അയച്ചു തരുന്ന ലിങ്കുകളോ ഇമേജുകളോ ഇനി ഡൗൺലോഡ് ചെയ്യുമ്പോഴും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് പോകുമ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. പാരൻസിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ന്യൂസ് എത്തിക്കുക. സ്റ്റേ സേഫ്. ഹാപ്പി ഡേ. ബൈ. താങ്ക് യു.